ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2006 പുറത്തിറങ്ങിയ ഒരു തായ്വാൻ ഹൊറർ ത്രില്ലർ മൂവി ആയിട്ടുള്ള സിൽക്ക് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും പല രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ ഒരു മൂവിയിലെ ഹീറോയ്ക്ക് ഒരു ജോലി കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? മരിച്ചുപോയ ഒരാളുടെ ആത്മാവിനെ ഫോളോ ചെയ്യുക. അങ്ങനെ ആ ഒരു ആത്മാവിനെ ഫോളോ ചെയ്താൽ അത് എവിടേക്കാണ് പോകുന്നത് എന്നെല്ലാം മനസ്സിലാക്കി ആ ഒരാൾ എങ്ങനെയാണ് മരിച്ചത് എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ജോലി. ഇങ്ങനൊരു ജോലി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യോ? ഒന്ന് കമന്റ് ചെയ്തേക്കുക. രസകരമായിട്ടുള്ള കമന്റുകൾ ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അതുമല്ല, ഇയാൾക്ക് ഈ ഒരു ജോലി കൊടുത്തത് ഒരു സയന്റിസ്റ്റ് ആണ്. പക്ഷെ അയാൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം. അതെന്താണെന്ന് അറിയുമ്പോഴത്തേക്കും കാണുന്ന നമ്മളായാലും ഞെട്ടിപ്പോകും. അതുപോലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനിയും അധികമായിട്ട് പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ നല്ല രാത്രി സമയം തായ്വാനിലെ ഒരു വലിയ കെട്ടിടം. ആ ഒരു കെട്ടിടത്തിലാണെങ്കിൽ ഇപ്പൊ ആരും അങ്ങനെ താമസമൊന്നുമില്ല. കാണിക്കുമ്പോൾ വെളിയിലെ മറ്റൊരു രാജ്യക്കാരൻ, അത് ഒരു അമേരിക്കക്കാരനാണ്. അയാളുടെ കയ്യിലാണെങ്കിൽ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഒരു ഫോട്ടോയിലുള്ളത് ഈ ഒരു ബിൽഡിംഗ് തന്നെയാണ്. അപ്പൊ ഇത് കാണുന്നതും ഇയാൾ ഒരു ബാഗും തൂക്കി നേരെ ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് നടന്നു പോകുന്നു. വേറെ ഒന്നുമല്ല, ഇയാളോട് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് പോയിട്ട് ഏതോ ഒരു റൂമിലെ ഒരു ചിത്രം എടുത്തുകൊണ്ട് വരാനായിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ചാണ് ഇയാൾ ഇപ്പോൾ ഇതിനകത്തേക്ക് കയറി പോകുന്നത്. കാരണം അയാൾ ഒരു ഫോട്ടോഗ്രാഫറാണ്. കൂടാതെ ഈ ഒരു ബിൽഡിങ്ങിലാണെങ്കിലോ വർഷങ്ങളായിട്ട് ആരും അങ്ങനെ താമസമൊന്നുമില്ല. അതുപോലെ ഇവൻ ഫോട്ടോ എടുക്കാൻ പോകുന്ന ആ ഒരു ക്യാമറ ഉണ്ടല്ലോ, സാധാരണ ക്യാമറയല്ല, അതിൽ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ ചേർത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പൊ ഈ ഒരു ഫോട്ടോഗ്രാഫർ ആയാലും ഓക്കെ, കുറച്ച് ഫോട്ടോ ഇല്ല, അതങ്ങ് എടുത്തു കൊടുത്തേക്കാന്നും പറഞ്ഞിട്ട് ഈ ഒരു ബിൽഡിങ്ങിന് മുകളിലേക്ക് വന്ന് അവിടെയുള്ള ഒരു റൂമിൽ അവർ കൊടുത്ത ആ ഒരു പ്രത്യേക ഫിലിം ഉണ്ട്. അതെടുത്തിട്ട് അത് വെച്ചിങ്ങനെ റൂമിന്റെ ഫോട്ടോസ് എല്ലാം എടുക്കുകയാണ്. അങ്ങനെ ഒരു റൂമിലെ കസേര, അതേപോലെ തന്നെ ആ ഒരു റൂമിന്റെ മൂലഭാഗം, ഇതെല്ലാം നല്ലതുപോലെ ഫോട്ടോ എടുത്ത് അടുത്തൊരു റൂമിലേക്ക് പോകാന്ന് പറഞ്ഞ് ക്യാമറ എടുക്കുന്ന സമയത്താണ് ഇവൻ ഇപ്പൊ എടുത്തല്ലോ ആ ഒരു ഫോട്ടോയില് ഈ ഒരു റൂമിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ പയ്യൻ നിൽക്കുന്നു. അപ്പൊ ഇവനായാലും പേടിച്ചിട്ട് ആ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു രൂപം പെട്ടെന്ന് മറ്റൊരു വശത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം തന്നെ ഇവന്റെ ഹൃദയൊടുപ്പ് നിന്ന് ആ ഒരു ഫോട്ടോഗ്രാഫർ അവിടെ മരിച്ചു വീഴാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫർക്ക് ജോലി കൊടുത്ത ഒരാളുണ്ടല്ലോ, അയാൾ സത്യം പറഞ്ഞാൽ ഒരു സാമിയാണ്. അതുപോലെ അയാളുടെ ഒരു കാലാണെങ്കിൽ അത് തളർന്നു കിടക്കാണ്. അങ്ങനെ വടിയും കുത്തി ഇയാളുടെ കൂടെ രണ്ടുപേരുണ്ട്. അപ്പൊ ഇയാളാണെങ്കിൽ നേരെ മുകളിലേക്ക് ചെന്ന് അയാളെടുത്ത് ആ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കും. അതുപോലെ ആ ഒരു സാമിയുടെ പേര് ഹഷിമോട്ടോ. അപ്പൊ കൂടെ വന്ന ആ രണ്ടുപേരുണ്ടല്ലോ, ഒരു പയ്യനും പെണ്ണും, അവർ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു കാര്യം നമുക്ക് പോലീസിനോട് പറഞ്ഞാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാളാണെങ്കിലും കളിയാക്കുന്ന രീതിയിൽ ഒരു ചിരി ചിരിക്കുന്നു. അപ്പോഴേക്കാണ് കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്ങും കുറെ ന്യൂസുകളും നമുക്ക് കാണിച്ചിരുന്നത്. ഹച്ചിമോട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരുത്തനുണ്ടല്ലോ, അവൻ സത്യം പറഞ്ഞാല് ഒരു വലിയ സയന്റിസ്റ്റ് ആണ്. നമ്മുടെ ചുറ്റിനുള്ള എനർജികളെല്ലാം അബ്സോർവ് ചെയ്യാനായിട്ട് മെഞ്ചർ സ്പോഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുമല്ല ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഈ ഗുരുത്വാകർഷണ ബലം നഷ്ടപ്പെട്ട് ചുമരിലൂടെ എല്ലാം നടക്കാൻ കഴിയും എന്നുള്ള കാര്യം ഇവൻ ന്യൂസിലൂടെ എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കാണിച്ചു തന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ഇവരിപ്പോ ഈ ഒരു ഫോട്ടോസ് ഒക്കെ എടുത്തല്ലോ, ആ ഒരു ബിൽഡിങ്ങിലെ 1-2 കുടുംബങ്ങൾ താമസം ഉണ്ടായിരുന്നു. പക്ഷെ അവരെ എല്ലാവരെയും ഹച്ചിമോട്ടോ തന്നെയാണ് ഇവിടെ നിന്നും പറഞ്ഞു വിട്ടത്. അതും ജപ്പാനിലെ പോലീസ് പദവിയിലിരിക്കുന്ന ഒരു ഉയർന്ന ആള് പറഞ്ഞെന്നും പറഞ്ഞിട്ടാണ് അവരെല്ലാവരെയും പറഞ്ഞു വിട്ടത്. അപ്പൊ ഈ ഒരു കാര്യമാണെങ്കിലോ ആ ഒരു ഉദ്യോഗസ്ഥന് മനസ്സിലായിട്ട് ഹച്ചിമോട്ടോനെ ഇപ്പോൾ വിളിച്ച് ചോദിക്കുകയാണ്. എന്നിട്ടാണ് ഈ സിഗരറ്റിന്റെ പൊടിയിടുന്ന ആ ഒരു ആശ്രയം ഉണ്ടല്ലോ, അതെടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റ ഏറെറിഞ്ഞിട്ട് എന്റെ പേരും പറഞ്ഞ ആ ഒരു ബിൽഡിങ്ങിൽ നിന്നും എത്ര പേരെയാ നീ പറഞ്ഞു വിട്ടത്? നിനക്ക് തരുന്ന പണമെല്ലാം വെറുതെയാണ്, നീ ആ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഹച്ചിമോട്ടോ ആണെങ്കിലോ അവന്റെ പുകയിൽ നിന്നും ഒരു ചെറിയ സിൽവർ പാട്ടയുണ്ട്. അത് തുറന്ന് കാണിക്കുമ്പോഴത്തേക്കും ചതുരത്തിലെ എന്തോ ഒരു കട്ടയുണ്ട്. അതെടുത്ത് അവന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിടുമ്പോഴത്തേക്കും അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും അയാളായാലും പെട്ടെന്ന് ഞെട്ടിപ്പോവും. ഇതുപോലെയുള്ള മിഞ്ചർ സ്പോഞ്ച് ലോകത്ത് ഇതുവരെയും ആരും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ഗവൺമെന്റിന് അവകാശപ്പെട്ടതാണ് എന്ന് ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുമ്പോഴത്തേക്കാണ് ഹച്ചിമോട്ടോ പറയുന്നത്, എനിക്ക് കുറച്ചുകൂടി സമയം താ, ഈ ഒരു സീലിംഗിൽ തല കീഴായിട്ട് നിന്ന് നിന്നോട് സംസാരിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ഓഫീസർ ചോദിക്കും, ശരി അതിനിപ്പോ നിനക്ക് എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ തായ്വാൻ സ്പെഷ്യൽ ക്രൈം യൂണിറ്റിലെ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ എനിക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരുത്തന്റെ പേര് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവനാണെങ്കിലേ ഈ സ്നൈപ്പർ എല്ലാം നല്ലതുപോലെ ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഒരാള് ദൂരെ നിന്നും എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കാതെ അയാളുടെ ചുണ്ട് അനങ്ങുന്നത് വെച്ച് തന്നെ അതെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതുകൊണ്ടാണ് എനിക്ക് അവനെ വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഓക്കെ, ഇതാണ് നിന്റെ അവസാന അവസരം, ഈ ഒരു വട്ടം കൂടിയേ ഞാൻ നിന്നെ സഹായിക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇവനാണെങ്കിലോ പെട്ടെന്ന് എന്തോ ഒരു മെഷീൻ എടുത്ത് അതിന്റെ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇപ്പോൾ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിന് വെളിയിലായിട്ട് ഒരുപാട് സ്പെഷ്യൽ ഫോഴ്സ് ടീമുകളെല്ലാം ഇരിപ്പുണ്ട്. കാരണം ഇതിനകത്ത് ഒരാളെ തട്ടിക്കൊണ്ട് വന്നേക്കാണ്.
അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. അങ്ങനെ ഡോറെല്ലാം തുറന്നിട്ട് ഇവരകത്തേക്ക് ചെല്ലുമ്പോൾ ആ തടി കൊണ്ട് പോയല്ലോ അവനെ ഒരു കട്ടിലിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. അപ്പോൾ അവനെ രക്ഷിക്കാന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവന്റെ തലയുടെ പുറകിലായിട്ട് ഒരു ബോംബ് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അവന്റെ തല പൊക്കി കഴിഞ്ഞാൽ ആ ഒരു ബോംബ് പൊട്ടും. അങ്ങനെ ബോംബ് സ്ക്വാഡ് ടീമിനെ വിളിക്കാനായിട്ട് പറഞ്ഞ് ഇപ്പൊ ഈ ഒരു ബിൽഡിങ്ങിന് വെളിയിലായിട്ട് കാറിലെ ഒരുത്തൻ ഇരിപ്പുണ്ട്. അപ്പൊ ഇവനാണ് നമ്മുടെ ഹഷിമോട്ടോ എന്ന് പറഞ്ഞ ആ ഒരുത്തനുണ്ടല്ലോ അവൻ അന്വേഷിക്കുന്നത്. അപ്പൊ ഇവനാണെങ്കിലും ഈ ഒരു തട്ടിക്കൊണ്ട് പോയല്ലോ ഒരുത്തൻ അവനെ കുറച്ച് ദൂരെയായിട്ട് ഇരുന്ന് ഇങ്ങനെ വാച്ച് ചെയ്യാണ്. അതേസമയം ഇതിനകത്ത് ഈ ഒരു ബോംബ് സ്ക്വാഡ് ഉള്ളിലേക്ക് കയറി ആ ഒരു ബോംബ് എങ്ങനെയെങ്കിലും ഡിസ്മാൻഡിൽ ചെയ്യണം. അതുപോലെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു വയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ എല്ലാവരും മരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലൊരു പാസ്വേഡ് ഉണ്ട്. ആ ഒരു പാസ്വേഡ് ഇട്ട് ഇത് ഓഫാക്കാൻ കഴിയും. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു സംസാരിക്കുന്ന സമയത്താണ് ഇവിടെ തട്ടിക്കൊണ്ട് പോയല്ലോ ഒരുത്തൻ അവനിപ്പോ വേറെ ആരോഗ്യനെ വിളിക്കുന്നു. അപ്പൊ അവനായാലും ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഇവിടെ കാറിനകത്തിരുന്ന ആ ഒരുത്തനാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോ. ഹീറോ ഇപ്പോൾ ഇത്രയും ദൂരെ ഇരുന്ന് അവന്റെ ചുണ്ട് അനങ്ങുന്നത് വെച്ച് തന്നെ അവൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കും. അതുമല്ലാതെ ഈ തട്ടിക്കൊണ്ട് പോയവനാണെങ്കിലോ ഇതിനകത്തേക്ക് പോലീസുകാർ വന്നെന്നുള്ള ആ ഒരു വിവരം എങ്ങനെയോ അറിഞ്ഞു. അപ്പോഴേക്കും അവൻ പറയും, ശരി നീ അങ്ങനെയാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒളിച്ചിരിക്കെ, ഞാൻ പറയുന്ന ഈ ഒരു പാസ്വേഡ് വെച്ച് ആ ഒരു ബോംബിന്റെ ബട്ടൺ നീ അമർത്തണം എന്നുള്ള രീതിയിൽ ആ ഒരുത്തനെ അവനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവൻ ആ ഒരു പാസ്വേഡ് പറഞ്ഞല്ലോ അത് ദൂരെ നിന്ന് തന്നെ നമ്മുടെ ഹീറോ അവൻ ചുണ്ടനക്കുന്നത് വെച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഒരു കാര്യം ഈ ഒരു സ്പെഷ്യൽ ടീം ഉണ്ടല്ലോ അവർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആ ഒരു പാസ്വേഡ് ഈ ഒരു ബോംബിൽ അടിച്ചിട്ട് ആ ഒരു ബോംബ് എങ്ങനെയെങ്കിലും ഡീആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ അവിടെ ആ ഒരു ബോംബ് അവർ ഓഫ് ചെയ്യുന്നതും ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഒരു സ്നൈപ്പർ വെച്ചിട്ട് ഈ തട്ടിക്കൊണ്ട് പോയല്ലോ ആ ഒരുത്തനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു മിഷൻ പൂർത്തിയാക്കിയതും അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ നേരെ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, ഹീറോയുടെ അമ്മ അവിടെ കിടക്കാണ്. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന എന്തോ ഒരു അസുഖമാണ് അവർക്കുള്ളത്. അതുമല്ല ICUയിൽ വെച്ചേക്കാണ്. കൂടാതെ ഇവരുടെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് തന്നെ സാധാരണ ഒരു ഡോസ് മരുന്നൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ 2-3 ഡോസ് കൊടുത്തിട്ടാണ് അവരെ ഒരു വിധത്തിൽ ഇവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ ഡോക്ടർ ആണെങ്കിലും ഹീറോയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ ഏത് നിമിഷം വേണമെങ്കിലും കോമയിൽ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ മകനായിട്ടുള്ള നിനക്ക് അവരുടെ ലൈഫ് സപ്പോർട്ട് അതെടുക്കാനായിട്ട് സൈൻ ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഇല്ല, എന്റെ അമ്മ ഒരിക്കലും മരിക്കത്തില്ല, അമ്മയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല, അമ്മ എന്തായാലും ശരിയായിട്ട് വരും. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു തെരുവിലേക്ക് വന്ന് അവിടെ കുറച്ച് ദൂരെയായിട്ട് കാർ പാർക്ക് ചെയ്ത് അതിന്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോഴത്തേക്കാണ് പുറകിലൊരു പൂക്കടയുണ്ട്. അവിടെയാണെങ്കിൽ ഒരു പെണ്ണുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു പെണ്ണിനെ നമ്മുടെ ഹീറോ ഫോൺ ചെയ്യാണ്. അപ്പൊ അവളാണെങ്കിലും ഫോൺ എടുത്ത് ഹീറോയാണ് സംസാരിക്കുന്നതെന്ന് അറിയുമ്പോൾ അവൾ അത്രയും സന്തോഷിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവള് ഹീറോയെ വൺ സൈഡായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, വേറെ ഒന്നും കൊണ്ടല്ല വിളിച്ചത്, ഇതുപോലെ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് പൂക്കൾ കൊണ്ടു കൊടുക്കണം, അത് നീ തന്നെ കൊണ്ടു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ശരി ഇന്ന് രാത്രി നീ ഫ്രീ ആണോ, നമുക്കൊരു സ്ഥലം വരെ പോയാലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ പറയും അവനെ ഇപ്പോൾ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റിയത് കൊണ്ട് അവന് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പോകുന്നത് ഹച്ചിമോട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ കയറിയ ആ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ അവിടേക്കാണ്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പ്രേത ബംഗ്ലാവ് പോലെയാണ് തോന്നുന്നത്. അങ്ങനെ കയ്യിൽ തോക്കെല്ലാം എടുത്ത് അതെല്ലാം ലോഡ് ചെയ്ത് എന്നിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. എന്തെങ്കിലും സംഭവിച്ചാലോ. അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരു റൂം ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നമ്മുടെ ഹച്ചിമോട്ടോ അവന്റെ കൂടെയുള്ള രണ്ടുപേരുണ്ടല്ലോ ഇവരെല്ലാവരും എന്തൊക്കെയോ ജോലികൾ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഹീറോ പറയും, അല്ല നിങ്ങളുടെ ഈ ഒരു ടീമിലേക്ക് എന്നെ കൊണ്ടുവന്ന് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവള് മറുപടി ഒന്നും പറയുന്നില്ല. ഇതെന്താണ് വിളിച്ചു വരുത്തി കളിയാക്കുന്ന രീതിയിൽ അവൻ പെട്ടെന്ന് തിരിഞ്ഞു പോകുമ്പോഴത്തേക്കും ഹച്ചിമോട്ടോ വന്ന് അവനെ തടഞ്ഞു നിർത്തിയിട്ട്, ഞാനാണ് ഈ ഒരു ടീമിലെ ലീഡർ, ഞാനാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നും പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കൈ കൊടുക്കുമ്പോഴത്തേക്കും ഹീറോ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഓക്കെ ശരി, എന്തോ ആവട്ടെ, അല്ല നിനക്ക് പ്രേതങ്ങളിലും ആത്മാക്കളിലെല്ലാം വിശ്വാസമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒട്ടും വിശ്വാസമില്ലാന്ന് ഹീറോ പറയുമ്പോഴത്തേക്കാണ് അപ്പോഴേയും ഹച്ചിമോട്ടോ പറയും, ശരി ആ ഒരു റൂമിലേക്ക് നോക്കിയിട്ട് നിനക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ നോക്കിയിട്ടും അവനൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോഴേയും ഹച്ചിമോട്ടോ ഒരു ചെറിയ സ്പ്രേ ഉണ്ട്, നീ ഇത് അടിച്ചിട്ട് ആ ഒരു റൂമിലേക്ക് നോക്കാൻ പറയുമ്പോൾ ഹീറോ അത് കണ്ണിലടിച്ച് ആ ഒരു റൂമിലേക്ക് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ചെറിയ പയ്യനെ ഇരിക്കുന്നു. നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഇത് കണ്ട് നമ്മുടെ ഹീറോ നല്ലതുപോലെ ഷോക്കായി. കാണിക്കുമ്പോൾ ആ ഒരു ചെറിയ പയ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്തുള്ള ഒരു ടേബിളിന്റെ അടുത്തേക്ക് വന്ന് അവിടെ ഒരു ആപ്പിൾ ഇരിപ്പുണ്ട്. അത് കൈകൊണ്ടിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ആപ്പിൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു ആപ്പിൾ അവന്റെ കയ്യിലും വരുന്നു. ഇത് അവനൊരു കടിയും കടിച്ചിട്ട് അത് താഴേക്ക് ഇടുമ്പോഴത്തേക്കും ആ ഒരു ആപ്പിൾ പെട്ടെന്ന് കാണാതാവുകയാണ്. അപ്പോഴേക്കും ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു റൂമിനകത്ത് ഒരു ടിവിയും അതേപോലെ തന്നെ വലിയൊരു സ്പീക്കറും വെച്ചിട്ടുണ്ട്. അത് രണ്ടും പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അതൊരു ചെറിയ പയ്യന്റെ ആത്മാവാണ്. അവൻ അതൊന്ന് ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പയ്യന് കാണാനും കഴിയത്തില്ല, കേൾക്കാനും കഴിയത്തില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത്, ശരി ഞാൻ എങ്ങനെ ഈ ഒരു ആത്മാവിനെ കണ്ടേ എന്ന് പറയുമ്പോൾ അവനുണ്ടാക്കിയ ആ ഒരു മിഞ്ചർ സ്പോഞ്ച് ഉണ്ടല്ലോ അതെടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത്, ഇത് മനുഷ്യ ശരീരത്തിൽ നിന്ന് നിർമ്മിച്ച ഒന്നാണ്. ഈ ഒരു സ്പോഞ്ച് വെച്ച് പല രീതിയിലുള്ള എനർജികളെയും കണ്ടുപിടിക്കാൻ കഴിയും. ഈ ഒരു ആത്മാക്കളും അങ്ങനെയുള്ള ഒരു എനർജി മാത്രമാണ്. ഇപ്പൊ അത് നമ്മുടെ കണ്ണിൽ സ്പ്രേ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആത്മാക്കളെ കാണാൻ കഴിയുന്നത്.
അതുമല്ല ഈ ഒരു സ്പോഞ്ചിലാണെങ്കിൽ ആവശ്യമായിട്ടുള്ള എനർജി കയറി കഴിഞ്ഞാൽ അതിന്റെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ട് അത് അന്തരീക്ഷത്തിൽ പറക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ഒരു കാര്യം ഇവർ സംസാരിക്കുന്ന സമയത്താണ് ആ ഒരു ചെറിയ പയ്യന്റെ ആത്മാവ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ എല്ലാ ദിവസവും 4 മണിയാകുമ്പോൾ ഈ ഒരു പയ്യന്റെ ആത്മാവ് ഡോർ തുറന്ന് എവിടേക്ക് പോവും. അതുപോലെ ഇപ്പോൾ വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും അവനെ കൊണ്ട് അത് കഴിയുന്നില്ല. കാരണം ഈ ഒരു മിഞ്ചർ സ്പോഞ്ച് ഉണ്ടല്ലോ, അത് വെച്ച് ഒരു റൂം മുഴുവനായിട്ടും കവർ ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ അവനെ അത് വലിച്ചുള്ളിലേക്ക് എടുക്കുന്നത് പോലെ ആവുന്നത് കൊണ്ട് അവന് പുറത്തു പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് ഹീറോ ചോദിക്കുന്നത്, ഇതെല്ലാം ശരി, ഇപ്പൊ എന്നെ എന്തിനാണ് ഈ ഒരു ജോലിയിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പയ്യന്റെ മരണകാരണം നീ കണ്ടുപിടിക്കണം. അവൻ എങ്ങനെയാണ് മരിച്ചത്, അവന്റെ ബോഡി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നീ ഫോളോ ചെയ്ത് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ല. അവൻ വേറൊരു നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിൽ ഇപ്പോൾ പ്രേതങ്ങളുടെ പുറകെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഹച്ചിമോട്ടോ ആണെങ്കിലും എത്രയും സംസാരിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഹീറോ വെളിയിലേക്ക് പോകുമ്പോൾ ഹച്ചിമോട്ടോ ഇപ്പോൾ പറയും, ശരി, നിന്റെ അമ്മ ആ ഒരു അവസ്ഥയിൽ തന്നെ വിടാനാണോ നീ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ തിരിഞ്ഞു നിന്നിട്ട് അവന്റെ ആ ഒരു വടി തട്ടിക്കളഞ്ഞിട്ടാണ് പറയുന്നത്, എന്റെ അമ്മ മരിക്കണോ ജീവിക്കണോ എന്നെല്ലാം ഞാൻ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്കും അവന്റെ അമ്മയ്ക്ക് പൂ കൊടുക്കാനായിട്ട് വന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. അല്ല, നിനക്ക് വൈകിട്ട് എന്തോ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഇല്ല, ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു. ഇന്ന് ഇവിടെ നിൽക്കേണ്ട ആ ഒരു നേഴ്സ് ഇന്ന് ലീവ് എടുത്തു, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു. അതുമല്ല, ഞങ്ങൾ രണ്ടുപേരും നിന്നെ പറ്റിയാണ് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അവന്റെ അമ്മയെ കൊണ്ട് എന്തായാലും സംസാരിക്കാൻ കഴിയത്തില്ല. ഇവള് സംസാരിച്ചതുപോലെ ഹീറോയോട് ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവൾ പറയും, ശരി, ഞാൻ എന്തായാലും പോവാണ് എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഡോറിനടുത്തേക്ക് വന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ പറയാണ്, എന്റെ സ്നേഹം ഇതുവരെ നിനക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവള് ചുണ്ട് അനക്കുന്നത് വെച്ച് തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി അവൾ എന്താണ് പറയുന്നതെന്ന്. സത്യത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് അവളെ ഇഷ്ടമാണ്. അത് പറഞ്ഞാലേ അത് അവൾ അംഗീകരിക്കോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. അതേസമയം ഇവിടെ ഹച്ചിമോട്ടോനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ ആ ഒരു ആത്മാവുള്ള റൂമുണ്ടല്ലോ, അതിന് വെളിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ രണ്ടുപേര് പറയും, സാർ, ഈ ഒരു പയ്യൻ എന്തോ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും ഇപ്പോൾ അവിടേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് അതെന്താണെന്ന് ഇങ്ങനെ നോക്കാൻ പറയുന്നതും ഹീറോ അവനെ നോക്കിയിട്ടാണ് പറയുന്നത്, ഈ ഒരു റൂമിലെ ജനൽ തകർന്നിരിക്കുകയാണ്, ആ ഒരു കാര്യമാണ് ആ ഒരു പയ്യൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഹീറോ എന്തായാലും തിരിച്ചു വന്നത് ഹച്ചിമോട്ടോയ്ക്ക് അത്രയും സന്തോഷമാണ്. അപ്പോൾ ഹീറോ പറയും, ശരി, ഞാൻ എന്തായാലും ഈ ഒരു ജോലിയിൽ ചേരാം. അതിനു മുന്നേ ഒരു ചോദ്യം, ആ ഒരു പയ്യൻ എങ്ങനെയാ, ഡേഞ്ചർ ആണെന്ന് ചോദിക്കുമ്പോൾ അത്ര ഡേഞ്ചർ ഒന്നുമല്ല, ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ വന്നു, അടുത്ത ദിവസം അയാൾ മരിച്ചുപോയി, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് നമ്മുടെ ഹീറോ പെട്ടെന്ന് പേടിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഹീറോ ഈ ഒരു ജോലിയിൽ ചേർന്നത് കൊണ്ട് തന്നെ ഇവരുടെ കൂടെയുള്ള വേറൊരു പെണ്ണുണ്ട്, അവൾക്ക് അത്രയും ദേഷ്യമായി പോയി. കാരണം അവളാണ് ഇത്രയും നേരം ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഇപ്പോൾ ഹീറോയെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവൾക്ക് ദേഷ്യമായി. അതുമല്ല, ഇപ്പോൾ ഹീറോ ജോലിക്ക് ചേർന്നല്ലോ, ഹീറോ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പയ്യന്റെ ആത്മാവിനെ പുറത്തേക്ക് വിടുമ്പോൾ അവനെ ഫോളോ ചെയ്ത് ഈ ഒരു പയ്യൻ ആരാണ്, അവൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഹീറോ പറയും, ശരി, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ, അയാളുടെ അടുത്ത് നിന്ന് തുടങ്ങാം എന്നും പറഞ്ഞ് അവന്റെ ശരീരം കാണണമെന്ന് പറയുമ്പോൾ ഇവർ നേരെ ഹീറോയെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഇവരെല്ലാവരും ഈ ഒരു മോർച്ചറിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഈ ഒരു ജോലിക്ക് ചേർന്നത് ഇഷ്ടമല്ലാത്ത ഒരു പെണ്ണുണ്ടല്ലോ, അവൾ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. അവളിപ്പോൾ ആ ഒരു സ്പ്രേ എടുത്ത് അവിടെ ഒരു ന്യൂസ് പേപ്പറിൽ അടിച്ചിട്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അവൾ പെട്ടെന്ന് ആ ഒരു ആത്മാവുള്ള റൂമുണ്ടല്ലോ അതിനകത്തേക്ക് കയറി വരികയാണ്. ഇവിടെ മോർച്ചറിയിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഫോട്ടോഗ്രാഫറിന്റെ ശരീരം ഇപ്പോൾ കീറി മുറിച്ച് വെച്ചേക്കല്ലേ, അത് തയ്യലിട്ടിട്ടുണ്ട്. പക്ഷെ ഹീറോ അവിടേക്ക് വന്ന ആ ഒരു തയ്യൽ കീറിയിട്ട് അവന്റെ ഹൃദയം വെളിയിലേക്ക് ഇങ്ങനെ എടുക്കും. അതുപോലെ ഒരു ചെറിയ പയ്യൻ ചെയ്തതുപോലെ ആ ഒരു കൈയിന്റെ അടയാളം അതിലുണ്ട്. അതേസമയം ബിൽഡിങ്ങിൽ കാണിക്കുമ്പോൾ ഹച്ചിമോട്ടോ തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു പെണ്ണ് റൂമിനകത്ത് നിൽക്കുന്നു. അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവൾ ആ ഒരു റൂം അടച്ചു കളയും. അവളിപ്പോൾ അതിനകത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. അതേസമയം മോർച്ചറിയിലെ ഇയാൾ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യം ഹീറോ ഇപ്പോൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ചെറിയ പയ്യന്റെ ഫോട്ടോ എടുത്തല്ലോ, ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഇയാൾ മരിച്ചു കിടന്ന ആ ഒരു സ്ഥലം, ആ ഒരു ചെറിയ പയ്യൻ ഇരുന്ന സ്ഥലം, ഇതിന്റെ ദൂരമെല്ലാം കണക്കാക്കി. ഓക്കെ, ഇപ്പൊ കാര്യം മനസ്സിലായി. ഇയാൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പുറകിൽ ഈ ഒരു ചെറിയ പയ്യന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോഗ്രാഫർ തിരിഞ്ഞ ആ ഒരു പയ്യന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു ഫോട്ടോഗ്രാഫർ മരണപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ പയ്യന്റെ ആത്മാവുണ്ടല്ലോ അതിന്റെ കണ്ണിലേക്ക് നേർക്ക് നേരെ ആര് നോക്കിയാലും അവർ മരണപ്പെടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ബിൽഡിങ്ങിലുള്ള അവരോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ബിൽഡിങ്ങിൽ കാണിക്കുമ്പോൾ ഹച്ചിമോട്ടോ ആ ഒരു പെണ്ണിനോട് ചോദിക്കുന്നുണ്ട്, ആ ഒരു ആത്മാവോടെ നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്കറിയത്തില്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, ഇത്ര വർഷമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്, ഇപ്പോ പെട്ടെന്ന് ഒരുത്തനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലേ അതെന്നോട് ചെയ്യുന്ന വലിയ ചതിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ ആ ഒരു റൂമിൽ നിൽക്കുമ്പോൾ അതിനു മുന്നേ തന്നെ നമ്മുടെ ടീമുണ്ടല്ലോ ഹീറോ, അവരിവിടേക്ക് വന്നിട്ട് ഈ ഒരു പെണ്ണ് റൂമിൽ നിൽക്കുന്ന കണ്ട് പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവും. അതുമല്ല, ആ ഒരു ആത്മാവിനെ കാണാനില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലോ ശ്രദ്ധിച്ചിങ്ങനെ നോക്കുന്ന സമയത്താണ് അവളുടെ പോക്കറ്റിനടുത്ത് എന്തോ ഇങ്ങനെ അനങ്ങുന്നത് പോലെ. അപ്പോൾ ഈ ഒരു കാര്യം ഹച്ചിമോട്ടോയോട് ഇങ്ങനെ പറയുമ്പോൾ
ഹച്ചിമോട്ടോ ഇപ്പൊ ആ ഒരു പെണ്ണിനെ നോക്കിയിട്ട് പറയും, ഓക്കെ ശരി, ഞാൻ നിന്നെ വെളിയിൽ വിടാം, നിന്റെ ആ ഒരു കോട്ട് ഒന്ന് അഴിച്ചു കാണിക്കാൻ പറയുമ്പോൾ അവളാണെങ്കിലും പെട്ടെന്ന് അത് തുറന്നു കാണിക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നും കാണാനില്ല. അപ്പോഴേക്കാണ് കാണിക്കുമ്പോൾ അവളുടെ ആ ഒരു കോട്ടിൽ വെച്ചിരിക്കുന്ന ചെറിയൊരു ന്യൂസ് പേപ്പർ ഉണ്ട്, അതിനകത്താണ് ആ ഒരു ചെറിയ പയ്യന്റെ ആത്മാവുള്ളത്. അപ്പോൾ നമ്മുടെ ഹച്ചിമോട്ടോ പറയും, ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു എനർജിയാണ്, അതിന് ചെറുതാവാനും കഴിയും വലുതാവാനും കഴിയും. ആ ന്യൂസ് പേപ്പറിൽ ആ ഒരു സ്പ്രേ ചെയ്തിട്ടല്ലേ ആ ഒരു ചെറിയ പയ്യനെ അതിനകത്ത് പിടിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ അവളാണെങ്കിലും ആ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ തുറന്നു കാണിക്കുമ്പോൾ അതിനകത്ത് ആ ഒരു പയ്യനെ കാണാനില്ല. ചേട്ടാ ഇവിടെ എവിടെ പോയെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് അവളോട് പറയും, ഇത് നോക്ക്, ഒരു കാരണവശാലും ഇടത് വശത്തോട്ട് മാത്രം നോക്കരുത്. പക്ഷെ ഇവളാണെങ്കിലും അത് കേൾക്കാതെ പെട്ടെന്ന് ഇടത് സൈഡിലേക്ക് തിരിയുന്നതും ആ ഒരു പയ്യന്റെ ആത്മാവ് പെട്ടെന്ന് ഇവളെ നോക്കുന്നതും ഇവര് രണ്ടുപേരും കണ്ണോട് കണ്ണോട് നോക്കുന്ന സമയത്ത് ആ ഒരു പയ്യന്റെ നെറ്റിയിൽ നിന്നും നൂല് പോലെ എന്തോ ഒന്ന് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നു. പക്ഷെ ഈ ഒരു കാര്യം വേറെ ആർക്കും കാണാൻ കഴിയുന്നില്ല, നമ്മുടെ ഹീറോയ്ക്ക് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഇപ്പൊ ആ ഒരു നൂല് അവളുടെ നെറ്റിക്കുള്ളിലൂടെ പോകുമ്പോഴത്തേക്കും ഈ ഒരു പയ്യൻ പെട്ടെന്ന് അവന്റെ കൈ അവളുടെ തൊണ്ടയുടെ അകത്തേക്ക് വെച്ചിട്ട് കഴുത്ത് ഞെരിച്ച് ആ ഒരു പെണ്ണിനെ കൊല്ലാണ്. പക്ഷെ ഇവരകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ആ ഒരു പെണ്ണിനെ ആ ഒരു പയ്യന്റെ ആത്മാവ് കൊന്നു കഴിഞ്ഞു. അപ്പൊ ആ ഒരു പയ്യൻ തിരിയുന്നത് വരെ ഇവരവിടെ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു പയ്യൻ ജനാലയുടെ വശത്തേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ഇവർ നേരെ അകത്തേക്ക് കയറുന്ന ആ ഒരു പെണ്ണിന്റെ ശരീരം വെളിയിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഈ ഒരു പെണ്ണിന്റെ ആത്മാവുണ്ടല്ലോ അത് മാത്രം അവളുടെ ശരീരത്തിൽ നിന്നും മാറി ഇപ്പോൾ ഹച്ചിമോട്ടയുടെ അടുത്തേക്ക് വരുന്നു. അതുമല്ല, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലേ അവരുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ വെറും 2 സെക്കൻഡ് മാത്രമേ ഈ ഒരു ഭൂമിയിൽ നിൽക്കത്തുള്ളൂ. കാണിക്കുമ്പോഴത്തേക്കും ഹച്ചിമോട്ടയുടെ മുന്നിലേക്ക് വന്ന അവളുടെ ആത്മാവ് പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോവാണ്. ഒരുപക്ഷെ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അയ്യോ, ചിന്തിച്ചു വെച്ചതെല്ലാം വെറുതെ ആയില്ലേ, അല്ല ആത്മാവായിട്ടെങ്കിലും വെളിയിൽ ചുറ്റാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടക്കത്തില്ല. അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ പെട്ടെന്ന് ശരി അങ്ങനെയാണെങ്കിൽ ഈ ഒരു പയ്യന്റെ ആത്മാവ് മാത്രം എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരവാണ് നീ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ഇന്നത്തെ ആ ഒരു ജോലി കഴിഞ്ഞ് ഹീറോ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ കാണിച്ചിരുന്നത്. ഹീറോ ഫുഡ് കഴിക്കാനായിട്ട് ടേബിളിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഈ മുട്ട വേവിക്കാനായിട്ട് അടുപ്പിൽ വെള്ളം വെച്ച് അതിനകത്ത് മുട്ട ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഹീറോയുടെ അമ്മയാണെങ്കിൽ നേരെ അവിടേക്ക് ചെന്ന് ഈ ഒരു മുട്ട എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇവർക്ക് ജെന്നി പോലെ എന്തോ വന്ന് അവർക്ക് അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ ഹീറോ ഇത് കണ്ട് ഓടി വന്നിട്ട് അവരുടെ കൈ പുറത്തേക്ക് എടുക്കുമ്പോൾ കൈയും പൊള്ളിയിട്ടുണ്ട്. അതിന് ശേഷമാണ് അവന്റെ അമ്മ ആ ഒരു ഒറ്റ കിടപ്പായി പോയത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം ഹീറോ വീണ്ടും തന്റെ ജോലിയിലേക്ക് വരികയാണ്. ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ പയ്യന്റെ ആത്മാവ് 10 മണിയാകുമ്പോൾ ഈ ഒരു ഡോറിനടുത്ത് വന്ന് അത് തുറക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് ഇവൻ എവിടേക്കാണ് പോകുന്നത് എന്നിവർക്ക് അറിയണം. അതുപോലെ ഇന്നത്തെ ദിവസം എന്തായാലും ഹീറോ ഇത് ചെയ്യാനായിട്ട് നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മാവിനെ കാണാനായിട്ടുള്ള സ്പ്രേ ഹീറോയുടെ കയ്യിലേക്ക് കൊടുക്കും. അത് കണ്ണിലടിച്ചതിന് ശേഷം അവന്റെ ആ ഒരു തോക്കുണ്ട് അത് ലോഡ് ചെയ്ത് ഇപ്പൊ ഇവരാണെങ്കിലും ആ ഒരു പയ്യന്റെ ആത്മാവ് നിൽക്കുന്ന ആ ഒരു മുറി പതിയെ തുറക്കുമ്പോഴത്തേക്കും ആ ഒരു പയ്യന്റെ ആത്മാവ് തല കുനിഞ്ഞു തന്നെ ഈ ഒരു ബിൽഡിംഗ് വിട്ട് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ ഹീറോയും ഇവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. ഈ ഒരു പയ്യനായാലും അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് ദൂരം നടന്ന് ഇപ്പൊ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് നിൽക്കും. കാണിക്കുമ്പോഴത്തേക്കും 2-3 ബസ് അങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അവനൊന്നും ചെയ്യുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബസ് വരുന്നതും ഈ ഒരു പയ്യൻ പെട്ടെന്ന് അതിങ്ങനെ കൈ കാണിക്കുമ്പോൾ ഇവനെ മനുഷ്യർക്ക് കാണാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ബസ്സിൽ എന്തോ ഉണ്ടെന്ന് വിചാരിച്ച് ഹീറോ പെട്ടെന്ന് റോഡിലേക്ക് ചാടി ആ ഒരു ബസ് നിർത്തുമ്പോഴത്തേക്കും ഡ്രൈവർ പറയുന്നുണ്ട്, നിനക്കൊന്ന് ചാവാനായിട്ട് വേറെ സ്ഥലമില്ലേ, സോറി സാർ എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ ഇപ്പൊ ആ ഒരു ബസ്സിലേക്ക് കയറുമ്പോഴത്തേക്കും ആ ഒരു പയ്യന്റെ ആത്മാവും ബസ്സിലേക്ക് കയറി ഒരു സീറ്റിലേക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഇവന്റെ പുറകെ തന്നെ പോകുമ്പോഴത്തേക്കും അപ്പോഴുള്ള ഡീറ്റെയിൽസ് എല്ലാം ഹച്ചിമോട്ടോയ്ക്ക് ഇങ്ങനെ അയക്കുന്നുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ ഈ ഒരു ബസ് വേറെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുമ്പോഴത്തേക്കും ആ ഒരു പയ്യന്റെ ആത്മാവും ബസ്സിൽ നിന്നിറങ്ങി അവിടെ നിന്ന് നടക്കാണ്. ഹീറോയും പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പയ്യൻ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വലിയ സ്കൂളിലേക്കാണ് പോകുന്നത്. അതുമല്ല ഇവർ രണ്ടുപേരും ഇപ്പോൾ അവർ സ്കൂളിലെത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇരുട്ടാൻ തുടങ്ങി. അപ്പോൾ ഹീറോ ആണെങ്കിലും ഈ ഒരു സ്കൂളിന്റെ പേര് ഹച്ചിമോട്ടോയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഈ ഒരു സ്കൂളിൽ ഈ ഒരു പയ്യൻ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറയും. അതേസമയം ഈ ഒരു പയ്യനെ കാണിക്കുമ്പോൾ അവൻ അകത്തേക്ക് ചെന്ന് ആരുമില്ലാത്തൊരു ക്ലാസ് ഉണ്ട്, അതിനകത്തേക്ക് കയറിയിരുന്ന് എന്തോ ഒരു ബുക്ക് ഇങ്ങനെ വായിക്കുന്നു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ആ ഒരു ബോർഡിനടുത്തേക്ക് ചെന്നിട്ട് അവിടെയും എന്തോ എഴുതുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ നേരെ ആ ഒരു ബോർഡിലേക്ക് നോക്കിയിട്ട് ഈ ഒരു പയ്യനെ നോക്കുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് തിരിഞ്ഞ് ഹീറോയെ നോക്കുന്നു. പക്ഷേ അതിന് മുന്നേ തന്നെ ഹീറോ തല അങ്ങ് തിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പയ്യൻ ക്ലാസ് റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് ബാൽക്കണിയുടെ അടുത്തേക്ക് വന്നിട്ടാണ് അതിന് മുകളിലേക്ക് കയറി നേരെ താഴേക്കൊരു ഒറ്റച്ചാട്ടം. അവിടെ വെച്ച് ആ ഒരു പയ്യൻ മരിക്കുകയും ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് അവൻ്റെ ആത്മാവ് വീണ്ടും പഴയ അവസ്ഥയിലായിട്ട് ഏതോ ഒരു സ്ഥലത്ത് പോയിരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഹീറോ പുറകിൽ ചെന്ന് കേൾക്കുമ്പോഴത്തേക്കും അമ്മ ചെമ്പരത്തി പൂവെല്ലാം നല്ല ഇതിൽ ചുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ കുറെ നേരം അവന്റെ അമ്മയ്ക്ക് വേണ്ടി അവിടെ കാത്തിരുന്ന് അത് കഴിഞ്ഞ് ആ ഒരു പയ്യൻ വീണ്ടും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഈ ഒരു പയ്യൻ വീണ്ടും ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഹീറോ അവിടെ നിന്ന് നിൽക്കുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്. ഈ ഒരു ആത്മാക്കൾക്ക് എന്തായാലും വിശക്കത്തില്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് അടുത്തുള്ള ചെറിയൊരു കടയിലേക്ക് ചെന്നിട്ട് അവൻ കഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സമയത്ത്
മറ്റൊരു ഷോപ്പിനടുത്തായിട്ട് 2 പോലീസുകാരി എന്തോ കഴിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു വശത്താണെങ്കിലോ ഒരുത്തൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ട് ആ റോഡിലൂടെ നടന്നു വന്ന് ഒരു പോസ്റ്റിനടുത്തായിട്ട് നിന്നിങ്ങനെ മൂത്രമൊഴിക്കാണ്. പക്ഷേ ആ ഒരു പോസ്റ്റിന്റെ കീഴിലാണ് ആ ഒരു ചെറിയ പയ്യൻ ഇരിക്കുന്നത്. അപ്പോൾ ഹീറോ ആണെങ്കിലോ പെട്ടെന്ന് ഈ ഒരു കാര്യം കണ്ട് തിരിഞ്ഞു നോക്കുന്നതും പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോവും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചെറിയ പയ്യന്റെ ആത്മാവ് ഇപ്പോൾ ആ ഒരു കൊടിയനുണ്ടല്ലോ അവന്റെ അടുത്തേക്ക് കൈ നീട്ടി ഇങ്ങനെ വരികയാണ്. ഇത് കാണുന്ന ഹീറോ ആണെങ്കിലോ പെട്ടെന്ന് ആ ഒരു തോക്കിൽ ഈ ഒരു സ്പ്രേ അങ്ങനെ അടിച്ചിട്ട് ഈ ഒരു ചെറിയ പയ്യനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ അടുത്ത് നിന്നിരുന്ന ആ ഒരു 2 പോലീസുകാർ വിചാരിക്കും ആ ഒരു കുടിയനെ ഷൂട്ട് ചെയ്യാനായിട്ടാണ് ഹീറോ പോകുന്നതെന്ന്. അപ്പോഴേക്കും ആ ഒരു ചെറിയ പയ്യന്റെ ആത്മാവ് ഈ ഒരു കുടിയന്റെ മുകളിലേക്ക് ചാടിക്കയറി അവന്റെ കഴുത്ത് കടിക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഹീറോ പെട്ടെന്ന് ഒരു തോക്കെടുത്ത് ആ ഒരു പോലീസുകാരിൽ ഒരു തന്നെ ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 2 ബുള്ളറ്റ് എടുത്ത് ഈ ഒരു ചെറിയ പയ്യന്റെ തലയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യുന്നതും ബുള്ളറ്റ് അവന്റെ തലയ്ക്കുള്ളിലൂടെ കയറിയിട്ട് അടുത്ത് ഒരു സ്കൂൾ പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു അവളുടെ കാലിലേക്ക് കൊള്ളുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പയ്യന്റെ ആത്മാവുണ്ടല്ലോ അവന്റെ തലയിൽ ആ ഒരു മുറിവെല്ലാം മാറുന്നുണ്ട്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കുടിയനുണ്ടല്ലോ അയാൾ അവിടെ മരിച്ചു കിടക്കുന്നു. ഹീറോ ആണെങ്കിലും മറ്റൊരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഉരുണ്ട് മറ്റൊരു വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും അവന്റെ മുന്നിൽ തന്നെ ആ ഒരു പയ്യനുണ്ട്. അങ്ങനെ ഹീറോ ആയാലും പതിയെ എഴുന്നേറ്റി അവന്റെ കണ്ണിലേക്ക് നോക്കാതെ മറ്റൊരിടത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു പയ്യനുണ്ടല്ലോ അവൻ ഹീറോയുടെ കഴുത്ത് കടിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഹീറോ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇവനൊന്നും ചെയ്യാതെ ആ ഒരു ആത്മാവ് ഒന്നും ചെയ്യാതെ മാറിപ്പോവാണ്. അങ്ങനെ ആ ഒരു ആത്മാവ് മുന്നിലേക്ക് പോകുമ്പോൾ ഹീറോ അവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറകില് ആ ഒരു പോലീസുകാരെ ഷൂട്ട് ചെയ്യുന്നു. എത്ര ധൈര്യം ഉണ്ടെങ്കിലും ഒരു പോലീസുകാരനെ നീ ഷൂട്ട് ചെയ്യും എന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ട് കൈ തൂക്കാനായിട്ട് പറയുമ്പോൾ ഹീറോ കൈ തൂക്കി താഴെ കിടക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാരൻ വന്ന് പരിശോധിക്കുമ്പോഴത്തേക്കും അവൻ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ടുണ്ടായിരുന്നു. അതേസമയം ഒരു ആത്മാവ് പയ്യനെ കാണിക്കുമ്പോൾ അവൻ ഏത് റൂമിലാണോ ഇരുന്നത് അതേ റൂമിൽ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോഴേക്ക് ഇവരാണെങ്കിലും ആ ഒരു റൂം അങ്ങ് അടയ്ക്കുകയും ചെയ്യും. അപ്പോഴേ ഹച്ചിമോട്ടോ ആ ഒരു ചെറിയ പയ്യനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്ത് ജീവിതമാണെന്ന് നോക്കില്ലേ, ജോലി ടെൻഷനില്ല, ഒരു കാരണവശാലും വയസ്സാവത്തില്ല, ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാം, ഇതൊക്കെയാണ് ജീവിതം എന്ന് അവനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അതേസമയം ഇവിടെ ഹച്ചിമോട്ടോയെ നിയമിച്ച ആ ഒരു ഓഫീസർ ഉണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട്, സാർ ഹച്ചിമോട്ടോ കാരണം ഇപ്പോൾ 2 സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. സിറ്റിയിൽ ഒരു പോലീസുകാരനും അതേപോലെ തന്നെ ഒരു സ്കൂൾ പെൺകുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. അതിന് കാരണം ഹച്ചിമോട്ടോ അവന്റെ ടീമിൽ പുതുതായിട്ട് ചേർത്ത ആ ഒരു പോലീസുകാരൻ കാരണമാണ്. അതുപോലെ സാറിന്റെ പേര് പറഞ്ഞ് അവൻ അയാളെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാര് നിങ്ങളോടാണ് ഇതിനുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇയാൾക്കാണെങ്കിലും നല്ല ദേഷ്യമായി. അതേസമയം ഇവിടെ ഹച്ചിമോട്ടോയെ കാണിക്കുമ്പോൾ ഹീറോയോട് പറയും ആ ഒരു പയ്യന്റെ ശരീരം എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഹീറോ നേരെ ആ ഒരു പയ്യന്റെ ഫോട്ടോ ആയിട്ട് ഈ ഒരു സ്കൂൾ ഉണ്ടല്ലോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ അവരെ പോയി കണ്ടിട്ട് ഈ ഒരു പയ്യന്റെ ഫോട്ടോ കാണിച്ച്, അല്ല ഈ ഒരു പയ്യൻ സ്കൂളിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ടല്ലേ മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ, സത്യത്തിൽ ഞങ്ങൾ ഈ ഒരു സ്കൂൾ നടത്തുന്നത് ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതുമല്ല പ്രത്യേക അസുഖങ്ങളുള്ള കുട്ടികളെയും ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പയ്യനാണെങ്കിലോ ശരീരം മുഴുവനായിട്ടും എന്തോ കുരുക്കൾ വരുന്നത് പോലെയായിരുന്നു അസുഖം. എത്ര ചികിത്സ നേടിയിട്ടും അത് ശരിയാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഈ ഒരു അസുഖം കാരണം ബാക്കിയുള്ള കുട്ടികൾ അവരെ നോക്കി കളിയാക്കി ചിരിച്ചതുകൊണ്ടാണ് അത് സഹിക്കാൻ കഴിയാതെ ഇവ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചത്. അതുപോലെ ആ ഒരു പയ്യൻ അവിടെ നിന്ന് ചാടി മരിക്കുന്ന സമയത്ത് അവന്റെ അമ്മയും ഇതേ സ്കൂളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നിങ്ങനെ പറയുന്നതും ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണിച്ചു തരികയാണ്. ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോൾ ഈ ഒരു പയ്യൻ ഈ സ്കൂളിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ അമ്മ ദൂരെ നിന്ന് താഴേക്ക് ചാടുന്നു പറഞ്ഞിട്ട് കൈ കാണിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചിരുന്നത്. അങ്ങനെ താഴേക്ക് ചാടി ആ ഒരു പയ്യനാണെങ്കിലോ അപ്പോഴും മരിച്ചില്ലായിരുന്നു. കാണിക്കുമ്പോൾ ആ ഒരു പയ്യന്റെ അമ്മ അവിടേക്ക് വന്നിട്ട് അവന്റെ കഴുത്ത് ഞെരിച്ച് അവനെ കൊല്ലാൻ ശ്രമിച്ചു. ഇത് കണ്ട സ്കൂളിലെ ടീച്ചർമാരും എല്ലാവരും താഴേക്ക് ഇറങ്ങി വന്ന് ആ ഒരു പയ്യനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അന്ന് അവിടെ നിന്ന് ഓടിപ്പോയതാണ് അവന്റെ അമ്മ. ഇതുവരെ അവന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ അറിഞ്ഞത് അവന്റെ അമ്മ അവരുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെ പോയെന്നും അവിടെ എന്തോ ഒരു വലിയ ചെമ്പരത്തി തോട്ടം വെച്ച് അതിനകത്തൊരു വീട് വെച്ച് താമസിക്കുകയാണെന്നാണ് ഞങ്ങൾ കേട്ടറിഞ്ഞത്. അങ്ങനെ ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഹീറോയും ഹച്ചിമോട്ടോയും നേരെ ആ ഒരു പയ്യന്റെ അമ്മ താമസിക്കുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് പോവാണ്. അങ്ങനെ കാറിൽ പോകുമ്പോഴത്തേക്കാണ് ഹച്ചിമോട്ടോയെ ആ ഒരു ഓഫീസർ വിളിച്ചിട്ട്, നിനക്ക് അവസാനമായിട്ട് ഞാൻ ഒരു വാണിംഗ് തന്നു, അത് നീ പാലിച്ചില്ല, അതുകൊണ്ട് എന്തായാലും അവിടെ നിന്ന് നീ തിരിച്ച് ജപ്പാനിലേക്ക് തന്നെ വരാൻ പറയുമ്പോൾ ഹച്ചിമോട്ടോ പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും ആ ഒരു ഓഫീസറിനാണെങ്കിലും നല്ല ദേഷ്യം വന്നിട്ട് അവന്റെ അസിസ്റ്റന്റിനോട് പറയും, ഹച്ചിമോട്ടോ എവിടെ ഉണ്ടെങ്കിലും അവൻ ഇവിടേക്ക് പിടിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുമ്പോഴത്തേക്കും ഇവിടെ ഹച്ചിമോട്ടോയുടെ കൂടെ ജോലി ചെയ്യുന്ന 2 പേരുണ്ടല്ലോ അവരിപ്പോ ഏതോ ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടിയിലേക്ക് ചെന്നിട്ട് അതിന്റെ ഗേറ്റ് ഇങ്ങനെ തകർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ അവന്റെ അമ്മയുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. ഇന്നൊരു ഓപ്പറേഷൻ ചെയ്താലേ അവന്റെ അമ്മ ജീവനോടെ നിൽക്കൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവർ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയെ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അവൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ഹീറോയെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഹീറോ ഒരിക്കലും ഫോൺ എടുക്കുന്നില്ല, അവന് സിഗ്നൽ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അതേസമയം നമ്മുടെ ഹീറോയും ടീമും നേരെ ആ ഒരു ഗ്രാമത്തിലേക്ക് വന്നിട്ട് അവിടെ ആ ഒരു തോട്ടം ഉണ്ടല്ലോ അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ഗവൺമെന്റ് നടത്തുന്ന ആണവ ഗവേഷണ കേന്ദ്രം അവിടെയുണ്ട്. അപ്പൊ ഇതിന്റെ ഗേറ്റാണ് നേരത്തെ അവർ തുറന്നിരുന്നത്. അതുപോലെ ആ ഒരു കൃഷിത്തോട്ടം ഉണ്ടല്ലോ അവിടേക്ക് വന്ന് നമ്മുടെ
ഹച്ചിമോട്ടോ പെട്ടെന്ന് കൈ ഇങ്ങനെ ചുറ്റിനും കാണിച്ചിട്ട് ഓക്കെ ആ ഒരു സ്ഥലത്ത് കുഴിച്ചു നോക്കാനായിട്ട് പറയുന്നതും ഇവർ അവിടേക്ക് ചെന്ന് കുഴിച്ചു നോക്കുമ്പോഴത്തേക്കും ആ ഒരു പയ്യന്റെ ശരീരം അവിടെ തന്നെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ അവന്റെ കഴുത്ത് നോക്കുമ്പോൾ ആരോ കഴുത്ത് ഞെരിച്ച് കൊന്നതുപോലെയും കാണുന്നുണ്ട്. ഇപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഈ ഒരു അമ്മയും മകനും ആ ഒരു തോട്ടത്തിലിരുന്നിട്ട് ഇപ്പൊ തന്റെ മകനെ മറ്റുള്ളവരെല്ലാവരും കളിയാക്കുന്നത് ഒരിക്കലും അവർക്കും ആ ഒരു പയ്യനെ സഹിക്കാൻ കഴിയുന്നില്ല. അതിൽ നല്ലത് നീ മരിച്ചു പോകുന്നതാണെന്ന് പറഞ്ഞ് വേറെ വഴിയില്ലാതെ വിഷമിച്ചുകൊണ്ട് തന്നെ ആ ഒരു പയ്യന്റെ കഴുത്ത് ഈ ഒരു അമ്മ ഞെരിക്കുമ്പോഴത്തേക്കും ആ ഒരു പയ്യനായാലും പറയുന്നുണ്ട് താങ്ക്സ് അമ്മ എന്ന്. അങ്ങനെയാണ് ആ ഒരു പയ്യനെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം ആ ഒരു അമ്മ ഇവിടെ കുഴിച്ചു മൂടുന്നത്. അങ്ങനെ രാത്രി മുഴുവനും ആ ഒരു അമ്മ അവിടെ ഇരുന്ന് കരയും ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെയാണ് സംഭവം നടന്നതെന്ന് നമ്മുടെ ടീമിന് ഇതുവരെ അറിയത്തില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല ഇവിടെ തന്നെയാണ് ഇവനെ കുഴിച്ചിട്ടതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ഹച്ചിമോട്ടോട് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ദേ ഈ ഒരു സ്ഥലത്തിന്റെ മാപ്പ് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പയ്യനെ കുഴിച്ചിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണ് ആ ഒരു എനർജി പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു എനർജിയാണ് ആ ഒരു പയ്യന്റെ ആത്മാവിനെ ഇപ്പോഴും ഒരു കുഴപ്പവും സംഭവിക്കാതെ നിർത്തുന്നത്. ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി ആത്മാക്കൾ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇവരിപ്പോ നേരെ തിരിച്ച് ആ ഒരു ബിൽഡിങ്ങിലേക്ക് തന്നെ പോകുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ അവന്റെ ആത്മാവിനെ കാണാൻ വേണ്ടിയിട്ട് ഹീറോ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവൻ കുറച്ചു നേരം അവിടെ നിന്ന് പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങും. അപ്പോഴേക്കും അവന്റെ കാലിൽ നിന്നും ഒരു നൂലിങ്ങനെ പോകുന്നതായിട്ട് ഹീറോ കാണുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, ശരി നിങ്ങളെല്ലാവരും അനങ്ങാതെ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പെട്ടെന്ന് ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, അവന്റെ കാലിൽ നിന്ന് പോകുന്ന ആ ഒരു നൂലുണ്ടല്ലോ അതിപ്പോ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് പോയിട്ട് വേറെ എവിടേക്കോ പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു നൂല് ഫോളോ ചെയ്താണ് ഹീറോ പോകുന്നത്. അങ്ങനെ ഹീറോ ആയാലും കാറും എടുത്ത് അതും ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് ഹീറോ പോയ ഉടനെ തന്നെ മറ്റൊരു ടാക്സി ഈ ഒരു ബിൽഡിങ്ങിന് മുന്നിലേക്ക് വന്ന് ഇറങ്ങാണ്. അതിൽ നിന്ന് ഇറങ്ങുന്നത് വേറെ ആരുമല്ല, അവനെ സ്നേഹിക്കുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ. ഹീറോയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഹച്ചിമോട്ടോ ചോദിക്കും, അല്ല നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഹീറോ അന്വേഷിച്ച് വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ, അയ്യോ അവൻ ഇപ്പോഴാണല്ലോ വെളിയിലേക്ക് പോയത്, ശരി നീ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ ഇങ്ങനെ ഇരുത്താണ്. ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ ആ ഒരു നൂലിനെ ഫോളോ ചെയ്ത് ഹീറോ അവസാനം വന്നെത്തുന്നത് ഒരു വലിയ ആശുപത്രിക്ക് മുന്നിലാണ്. അങ്ങനെ കാറിൽ നിന്നിറങ്ങി വീണ്ടും അത് ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഈ ഒരു നൂല് അവിടെ ആശുപത്രിക്ക് അകത്ത് കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ കാലിലാണ് വന്ന് അവസാനിക്കുന്നത്. അങ്ങനെ ഹീറോ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും തന്നെ അപ്പൊ അത് വേറെ ആരുമല്ല, അവർ ആത്മാവായിട്ട് നിൽക്കുന്ന പയ്യനുണ്ടല്ലോ അവന്റെ അമ്മയാണ്. അങ്ങനെ ഹീറോ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് എന്തോ ശ്വാസം കിട്ടാത്തതുപോലെ. അപ്പോൾ ഹീറോ ആണെങ്കിലോ പെട്ടെന്ന് നേഴ്സിനെയും ഡോക്ടർമാരെല്ലാം ഇവിടേക്ക് വിളിച്ചിട്ട് എന്ത് സംഭവിച്ചെന്ന് നോക്കാൻ പറയുമ്പോഴത്തേക്കും അധികം നേരം അവരെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ആ ഒരു അമ്മ അവിടെ വെച്ച് മരിക്കുകയാണ്. അതേസമയം ഇവിടെ ആ ഒരു ബിൽഡിങ്ങിൽ കാണിക്കുമ്പോൾ ആ ഒരു പയ്യനുണ്ടല്ലോ പ്രത്യേക രീതിയിൽ വാങ്ങി തുറന്നിങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ ശരീരമാണെങ്കിൽ പതിയെ പതിയെ ഇല്ലാതാവുന്നുണ്ട്. അതേസമയം ഒരു ബിൽഡിങ്ങിന് വെളിയിൽ ആ ഒരു ഓഫീസർ അയച്ച ആളുകളുണ്ടല്ലോ ഹച്ചിമോട്ടയെ പിടിക്കാനായിട്ട് ഈ ബിൽഡിങ്ങിന് വെളിയിൽ വന്ന് നിൽക്കുന്നു. അതേസമയം നമ്മുടെ ഹച്ചിമോട്ടോ ആണെങ്കിൽ ആ ഒരു നിഞ്ച സ്പോഞ്ച് ഉണ്ടല്ലോ അതെടുത്ത് അതിനകത്തേക്ക് ആ ഒരു പയ്യന്റെ ആത്മാവിനെ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ പറയും. അപ്പൊ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ അകത്തേക്ക് ചെന്നിട്ട് ആ ഒരു സ്പോഞ്ച് എടുത്ത് 2 പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു 10,000 എണ്ണമായിട്ട് വികസിച്ചിങ്ങനെ മാറുകയാണ്. അതുപോലെ ഇതെല്ലാം കാണുന്ന ഹീറോയെ സ്നേഹിക്കുന്ന ആ ഒരു പെണ്ണില്ലേ അവളാണെങ്കിലും അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നു. പക്ഷെ അതിനകത്തുള്ള ആ ഒരു ആത്മാവിനെ മാത്രം അവൾക്ക് കാണാൻ കഴിയത്തില്ല. അപ്പൊ ഇതെല്ലാം കാണുന്ന ആ ഒരു ചെറിയ പയ്യന്റെ ആത്മാവ് പെട്ടെന്ന് ആന്നിങ്ങനെ പറഞ്ഞിട്ട് അലറി വിളിക്കുമ്പോഴത്തേക്കും അവന്റെ കാലിലുണ്ടായിരുന്ന ആ ഒരു നൂലുണ്ടല്ലോ അത് പതിയെ ഹച്ചിമോട്ടോയുടെ കൂടെ ജോലി ചെയ്യുന്ന 2 പേരുടെ കാലിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിന്റെ കാലിലും വന്ന് കണക്ട് ആവുകയാണ്. അതേസമയം ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ ഇപ്പോൾ ഹീറോയോട് പറയും, കഴിഞ്ഞ തവണ ഒരു ഭൂകമ്പം വന്നല്ലോ, അതിലൊരു ബിൽഡിംഗ് തകർന്ന് അതിനകത്ത് പെട്ടിടക്കായിരുന്നു ഈ സ്ത്രീ, അവരെ രക്ഷിക്കാൻ തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടു. അത് കഴിഞ്ഞ് അവരെങ്ങനെയോ 14 ദിവസം ഒരു കുഴപ്പമില്ലാതെ ജീവനോട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹീറോ പറയും, അല്ല അത്രയും വലിയൊരു അപകടത്തിൽ നിന്നും 14 ദിവസമൊക്കെ എങ്ങനെയാ ജീവനോട് നിൽക്കുന്നത്? അതാണ് ഞങ്ങൾക്കും അറിയാത്തത്. അതുമല്ല അവരുടെ ഹൃദയം നല്ലതുപോലെ ഇടിക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആരോ ഒരാള് അവരുടെ ഹൃദയം ഇടിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് മസാജ് ചെയ്തതുപോലെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതേസമയം ഇവിടെ ബിൽഡിങ്ങിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മിഞ്ചർ സ്പോഞ്ച് ഉണ്ടല്ലോ അതിനകത്ത് ആ ഒരു പയ്യന്റെ ആത്മാവിനെ ഇവർ പിടിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഹച്ചിമോട്ടയെ പിടിക്കാമെന്ന് അവരെല്ലാവരും അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഹച്ചിമോട്ടയുടെ കൂടെ വർക്ക് ചെയ്യുന്ന 2 പേര് ചോദിക്കും, അല്ല നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും ഹച്ചിമോട്ടോ എവിടെ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു റൂമിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു ട്വിസ്റ്റ്. ഇപ്പൊ അതിനകത്ത് പറന്നു നിന്ന ആ ഒരു സ്പോഞ്ചും കാണുന്നില്ല, അതേപോലെ തന്നെ നമ്മുടെ ഹച്ചിമോട്ടയും കാണുന്നില്ല. അതേസമയം ഇവിടെ ആ ഒരു അമ്മയെ കാണിക്കുമ്പോൾ അവരുടെ ആത്മാവ് പാതിയെ വെളിയിലേക്ക് വന്ന് പാതിയെ ഹീറോയുടെ അടുത്തേക്ക് വരാണ്. അപ്പോൾ ഹീറോ നിൽക്കുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് മനസ്സിലായി പുറകിൽ എന്തോ ഉണ്ടെന്ന്. അതുകൊണ്ട് ഹീറോ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നതും ആ ഒരു ആത്മാവ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നു. അങ്ങനെ ഹീറോ ആയാലും തന്റെ വണ്ടി എടുത്ത് ആ ഒരു അമ്മയുടെ ആത്മാവിന്റെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ റോഡിലൂടെ ഒരുപാട് ദൂരം പോകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ലോറി എതിർവശത്തോടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഒരു ലോറി പോയി കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അവരുടെ ആത്മാവിനെ കാണാനില്ല. അങ്ങനെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് ഈ ഒരു ബിൽഡിങ്ങിനടുത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഹച്ചിമോട്ടോ അവിടെ നിന്ന് നടന്നു പോകുന്നു. അവന്റെ കയ്യിൽ ആ ഒരു വടിയില്ല, കാരണം കാലിന് വയ്യാത്തതല്ലേ. വടിയില്ലാതെ ഇപ്പോൾ ഇവ എങ്ങനെയാ നടക്കുന്നത്? ഓക്കെ അതെന്തോ ആവട്ടെ,
ആ ഒരു പയ്യന്റെ അമ്മയെ ഞാൻ കണ്ടുപിടിച്ചു, അവരുടെ ആത്മാവ് ഇപ്പൊ വെളിയിലുണ്ടെന്ന് പറയുമ്പോൾ അതെനിക്കറിയാന്ന് പറയും. അല്ല, അതെങ്ങനെ നിങ്ങൾക്കറിയാം? അതെല്ലാം അറിയാൻ കാരണം ആ ഒരു പയ്യന്റെ കാലിൽ നിന്ന് വരുന്ന ആ ഒരു നൂലില്ലേ, അതവന്റെ വെറുപ്പാണ്. അതാണ് അവന്റെ അമ്മയുടെ കാലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ മനസ്സിൽ അത്രയും ദേഷ്യമുള്ള ആൾക്കാരുടെ ആത്മാക്കൾ മാത്രമേ നശിച്ചു പോകാതെ വെളിയിലുണ്ടാകത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി, അപ്പോൾ ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, അറിഞ്ഞു വെച്ചുകൊണ്ടാണ് എന്നെ ഈ ഒരു ജോലിയിൽ കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് ഹീറോ പതിയെ ആ ഒരു തോക്ക് പുറത്തേക്ക് എടുത്തിട്ട്, ശരി ഇപ്പൊ ആ ഒരു പയ്യൻ എവിടെയാണ് നീ വെച്ചേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഹച്ചിമോട്ടോ പറയുന്നത്, അതെ നിനക്ക് ചെയ്യാനുള്ള ജോലി കഴിഞ്ഞു, അതുകൊണ്ട് നീ എന്തായാലും നിന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയിട്ട് നിന്റെ അമ്മയെ പോയി കാണാൻ നോക്ക്, അവസാനമായിട്ട് 2 വാക്ക് പറയാൻ പറ്റുമെങ്കിൽ അതെങ്കിലും പറയും എന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് എന്ത് എന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചത് എന്നെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ലോറി ഇവരുടെ അടുത്തേക്ക് പാസ് ചെയ്ത് പോകുന്നു. ആ ഒരു ലോറി പോയതിനു ശേഷം ഹച്ചിമോട്ടോയെ അവിടെ കാണുന്നതുമില്ല. അതേസമയം ഹച്ചിമോട്ടോയുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരുത്തനുണ്ടല്ലോ, അവൻ ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് വന്ന് ന്യൂഡിൽസ് ഇങ്ങനെ ഓർഡർ ചെയ്യും. അപ്പോൾ ആ ഒരു ന്യൂഡിൽസ് അയാൾ കൊണ്ടുവന്ന് മുന്നിലേക്ക് വെക്കുന്നതും അവനത് കഴിക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു ബൗളിൽ നിന്നും ആ ഒരു ആത്മാവായിട്ടുള്ള പയ്യന്റെ അമ്മയുടെ ആത്മാവുണ്ടല്ലോ, അവരുടെ കൈ ഇപ്പോൾ പുറത്തേക്ക് വന്ന് അവന്റെ കഴുത്ത് പിടിച്ചിങ്ങനെ ഞെരിക്കുകയാണ്. അങ്ങനെ അവനെ കൊന്നതിന് ശേഷം ഈ ഒരു ടീമിലുള്ള 2ാമത്തെ പെണ്ണുണ്ടല്ലോ, അവളെയും ആ ഒരു അമ്മയുടെ ആത്മാവ് പോയി കൊല്ലുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ ഇവരോട് പറയാന്ന് പറഞ്ഞിട്ട് ഓടി വരുമ്പോഴത്തേക്കും അതിനു മുന്നേ തന്നെ അവർ രണ്ടുപേരും മരിച്ചടക്കുന്നതായിട്ട് ഹീറോ കണ്ടുപിടിക്കും. ഇവിടെ ആ ഒരു ഓഫീസർ ഉണ്ടല്ലോ, നമ്മുടെ ഹച്ചിമോട്ടയെ നിയമിച്ച, അയാളിപ്പോ റൂമിലെ ഒരു സ്ത്രീയുമായിട്ട് നല്ല സന്തോഷമായിട്ട് കിടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് അയാൾ തിരിഞ്ഞ് ഈ സീലിംഗിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഹച്ചിമോട്ടോ അവിടെ തല കീഴായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട് അവർ രണ്ടുപേരും പേടിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഹച്ചിമോട്ടോ പറയുന്നത്, കുട്ടിക്കാലം മുതൽ തന്നെ എങ്ങനെ ജീവിക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അത് കഴിഞ്ഞുള്ള ഓരോ ദിവസവും ഞാൻ എപ്പോഴാണ് ചാവുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു മരണം കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ ഞാൻ മരിക്കാനുള്ള ആ ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ ഒരു ആത്മാവായിട്ട് മാറാനുള്ള വെറുപ്പ് എൻ്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്നിട്ട് ഹച്ചിമോട്ടോ അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഡിവൈസ് എടുത്തിട്ട് അതിങ്ങനെ പ്രസ് ചെയ്യും. അപ്പോൾ ഇതാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഓഫീസർ ഉണ്ടല്ലോ, അയാൾ ഹച്ചിമോട്ടയെ ഞൊണ്ടി എന്ന് ഒരുപാട് തവണ വിളിക്കും. അവൻ ഏതൊക്കെ തവണ അങ്ങനെ വിളിക്കുന്നു അപ്പോഴെല്ലാം ഈ ഒരു ഡിവൈസിൽ അവൻ പ്രസ് ചെയ്യും. ഇപ്പോൾ പ്രസ് ചെയ്തിട്ട് 744 തവണ നീ എന്നെ അതുപോലെ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ നിന്നോട് ദേഷ്യമാണുള്ളതെന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് അയാളെ കുത്തി അങ്ങ് കൊല്ലുന്നു. അതേസമയം ഇവിടെ ആ ഒരു അമ്മയുടെ ആത്മാവാണെങ്കിൽ ആ നൂല് കാലിൽ കണക്ട് ആയിട്ടുള്ള ഹച്ചിമോട്ടയുടെ കൂടെയുള്ള 2 പേരെ കൊന്നതിന് ശേഷം അത് കണക്ട് ആയിട്ടുള്ള അടുത്തൊരാളാരാണ്, അത് നമ്മുടെ ഹീറോയിനാണ്. അങ്ങനെ അവളെ കൊല്ലാനായിട്ട് ആ ഒരു അമ്മയുടെ പ്രേതം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഈ ഒരു കാര്യം മനസ്സിലാക്കി നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലാണ്. ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആൾറെഡി തന്നെ ആ ഒരു പ്രേതം വന്നിരുന്നു. കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ പുറകെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് തോക്കെടുത്ത അതിലെ ബുള്ളറ്റില് ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ, അതിങ്ങനെ നല്ലതുപോലെ സ്പ്രേ ചെയ്തിട്ട് ഇപ്പൊ ആ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് പറയും, ശരി നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യും. അപ്പോൾ അവൾ പറയാതെ ഞാൻ കേൾക്കാന്ന് പറയുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ പതിയെ ലെഫ്റ്റിലേക്ക് മാറ് ഇതിങ്ങനെ പറയുന്നതും അവളാണെങ്കിലും പതിയെ ലെഫ്റ്റിലേക്ക് മാറുന്ന സമയത്ത് ഹീറോ തന്റെ കയ്യിലുള്ള ആ ഒരു സ്നൈപ്പർ ഉണ്ടല്ലോ അതങ്ങനെ എടുത്ത് ഒരു 4-5 തവണ ആ ഒരു പ്രേതത്തിനെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതും ഇപ്പോൾ ഹീറോയിന്റെ കാലിലുള്ള ആ ഒരു നൂല് നേരെ ഹീറോയുടെ കാലിലേക്ക് വന്ന് കണക്ട് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രേതം അടുത്തായിട്ട് കൊല്ലാൻ പോകുന്നത് നമ്മുടെ ഹീറോയെ തന്നെയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് തന്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നതും ഈ ഒരു ഗോസ്റ്റ് ഇപ്പോൾ ഹീറോയെ ഫോളോ ചെയ്ത് വരികയാണ്. അതുപോലെ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഹീറോ ഹച്ചിമോട്ടോയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ഒരു അമ്മയുടെ ആത്മാവ് അവരുടെ മകനെയാണ് അന്വേഷിക്കുന്നത്, അതിനെ നീയാണ് പിടിച്ചു വെച്ചേക്കുന്നത്, ആ ഒരു പയ്യൻ എവിടെയുണ്ടെന്ന് നീ പറയാൻ പറയുമ്പോൾ ഹച്ചിമോട്ടോ പറയും, മരണം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്, അത് സന്തോഷത്തോടെ സ്വീകരിക്കണം എന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ എറിയുന്നതും ഇപ്പോൾ ഹച്ചിമോട്ടോ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ആ ഒരു തോട്ടം ഉണ്ടല്ലോ, ആ ഒരു തോട്ടത്തിന് നടുവിലായിട്ട് ആ ഒരു പയ്യനെ കുഴിച്ചിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ്. അങ്ങനെ അവനായാലും ഫോൺ എടുത്ത് കളഞ്ഞെന്ന് മനസ്സിലാക്കി ഹീറോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഗോസ്റ്റ് ഇപ്പോൾ ഹീറോയുടെ പുറകെ തന്നെ ഉണ്ട്. എന്നിട്ട് സീറ്റിന് വെളിയിലൂടെ പതിയെ വന്ന് അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൈയിടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ നല്ല വേഗതയിൽ കാർ ഓടിച്ചുകൊണ്ടെന്ന് ഒരു ഒറ്റ ബ്രേക്ക് ഈ ഒരു ഗോസ്റ്റ് കാറിൽ നിന്ന് തെറിച്ചങ്ങ് പോവും. അതുപോലെ അവന്റെ കാറാണെങ്കിലും പെട്ടെന്ന് ആക്സിഡന്റ് ആയിട്ട് താഴെ വന്ന് വീഴുന്നതും കാലിന് നല്ല രീതിയിൽ പരിക്ക് പറ്റി. എന്നിരുന്നാലും ഹീറോ പാതി അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടിയിട്ട് താഴെ ഒരു സബ്വേ സ്റ്റേഷൻ ഉണ്ട്, അവിടേക്ക് ചെന്നിട്ട് ട്രെയിനിലേക്ക് കയറുന്നു. അതുപോലെ ഹീറോയുടെ ദേഹം മുഴുവൻ രക്തമായതുകൊണ്ട് തന്നെ അതിനകത്തുള്ള പാസഞ്ചേഴ്സ് എല്ലാം നല്ലതുപോലെ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഇവിടെ ഹച്ചിമോട്ടോയെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പയ്യന്റെ ആത്മാവിനെ വെളിയിലേക്ക് വിട്ടിട്ട്, ഓക്കെ ഇനി എനിക്ക് നിന്നെ പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് അവനൊരു കത്തിയെടുത്ത് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. വേറെ ഒന്നുമല്ല, അവനും ഒരു ആത്മാവായിട്ട് മാറണം. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ അവൻ അത്രയും വെറുപ്പ് വേണം. ആ ഒരു രീതിയിലാണ് ഹച്ചിമോട്ടോ ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഈ ഒരു കമ്പാർട്ട്മെന്റിന്റെ ഒരു ഭാഗത്തേക്ക് ചെന്നിരുന്നിട്ട് തന്റെ കയ്യിലുള്ള ആ ഒരു ബുള്ളറ്റില് ആ ഒരു സ്പ്രേ എല്ലാം നല്ലതുപോലെ അടിച്ച് ഈ ഒരു ഗോസ്റ്റ് വരുമ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. ആ ഒരു ഗോസ്റ്റ് വരുമ്പോൾ അവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു ഗോസ്റ്റിനൊന്നും സംഭവിക്കുന്നില്ല. അതേസമയം ഇതിനകത്തുള്ള പാസഞ്ചേഴ്സ് ആണെങ്കിലോ ഏതോ ഒരുത്തൻ തോക്കും കൊണ്ട് അകത്തേക്ക് കയറി വന്ന് ഇവരെല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുന്ന രീതിയിലാണ് അവർ നോക്കുന്നത്. അങ്ങനെ ഹീറോ ഇപ്പോൾ ആ ഒരു പെണ്ണിനെ വിളിക്കാണ്. എന്നിട്ടാണ് അവളോട് പറയുന്നത്,
ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അവൾ പറയും ഓക്കെ അതെല്ലാം പോട്ടെ, നിന്റെ അമ്മയ്ക്ക് നിന്നെ കാണണം, കാരണം ഇന്ന് രാത്രി ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻ ഉണ്ട്, നീ വരത്തില്ലെന്ന് ചോദിക്കുമ്പോൾ നോക്കട്ടെ എന്തായാലും നീ നാളെ പോയിട്ട് അമ്മയെ കാണണം, എന്നിട്ട് അമ്മയോട് പറയണം നിങ്ങളുടെ മകൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് എന്നും പറഞ്ഞിട്ട് അവളോടുള്ള ഒരു ഇഷ്ടവും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ആ ഒരു അമ്മയുടെ ആത്മാവുണ്ടല്ലോ അവര് പതിയെ വന്ന് ഹീറോയുടെ നെഞ്ചിലേക്ക് കൈയിട്ട് അവന്റെ ഹൃദയയൊടുപ്പ് അവസാനിപ്പിക്കുകയാണ്. അതോടെ ഹീറോയും അവിടെ വെച്ച് മരിച്ചു. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ പയ്യന്റെ ആത്മാവ് അവിടേക്ക് വന്ന് ഹീറോയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ കൈവയ്ക്കാണ്. പെട്ടെന്ന് എന്തോ ഷോക്ക് കൊടുത്തതുപോലെ ഹീറോയ്ക്ക് ജീവനും തിരിച്ചു വരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തിൽ ആ ഒരു ചെറിയ പയ്യന്റെ ആത്മാവ് ഈ ഒരു ഭൂമി വിട്ട് പോകാത്തതിന് കാരണം അവനുള്ള ആ ഒരു വെറിപ്പോ അവൻ മരിച്ചതിനുള്ള കാരണം കണ്ടുപിടിക്കാനോ അല്ല, അവന്റെ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അവന്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ആത്മാവ് ഇപ്പോഴും ഭൂമിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അവന്റെ അമ്മ മരിച്ചതുകൊണ്ട് അവന്റെ അമ്മയുടെ ആത്മാവും ഇപ്പൊ അവന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് അമ്മയും മകനും അങ്ങനെ ചേർന്ന് ഒരുമിച്ച് അവരുടെ ആത്മാവ് ഈ ഒരു ഭൂമിയിൽ നിന്നും ഇല്ലാതായി പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവന്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നിട്ട് ഹീറോ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവന്റെ അമ്മ ഇപ്പോൾ വീട്ടിലിരിക്കുന്നു. എന്നിട്ട് പതിയെ എഴുന്നേറ്റ് അവൻ ആ ഒരു മുട്ട വേവിക്കാന്ന് പറഞ്ഞ് അടുപ്പിനടുത്തേക്ക് നടന്ന് ചെല്ലുന്നതും ആ ഒരു എനർജിയും അവിടെ വെച്ച് ഇല്ലാണ്ടായി പോവാണ്. ഇവിടെ ഹച്ചിമോട്ടയെ വിളിച്ചു നോക്കുമ്പോഴത്തേക്കും അവന്റെ ശരീരമാണെങ്കിൽ ഇപ്പൊ അനക്കമില്ലാതെ ആ ഒരു തോട്ടത്തിന് നടുക്കായിട്ട് ഇങ്ങനെ കിടക്കാണ്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ ഈ ഒരു മൂവി എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്തായാലും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.